ശുദ്ധകരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പോൾ മുത്തേടൻ പാസ്റ്റർ, അനുഗ്രഹീതരായ ദൈവമക്കൾ, കർത്താവിന്റെ ദാസന്മാർ, ദൈവസഭ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലെങ്കിലും സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ശാന്തമായി മൃദുസ്വരത്തിലൂടെ ഇടപെടാൻ കഴിയും. ശക്തിയേറിയ ആലോചന നമ്മളെ അറിയിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ആളുകൾ നമ്മോട് വെളിപ്പെടുത്തുവാൻ കഴിയും. വളരെ വിശ്വാസത്തോടെ കർത്താവിന്റെ പാദത്തിൽ നമുക്കായിരിക്കാം. അനുഗ്രഹീതമായ ഒരു സെക്ഷൻ കൂടി ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. സ്തോത്രം. പാട്ടുകാരൻ യേശുവോട് ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും മോദം എന്ന് പാടുന്നത് പോലെ, യേശുവിനായി ജീവിക്കുന്നത് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവുമായി കൂട്ടായ്മ ആചരിപ്പാൻ, സമയം ചെലവഴിപ്പാൻ കിട്ടുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അല്പം ചില മയക്കത്തിലാണെങ്കിലും അല്പം ക്ഷീണത്തിലാണെങ്കിലും ഒന്നുറങ്ങി ഞെട്ടി ഉണർന്നാണെങ്കിലും ധന്യനായ പത്രോസ് ആ കാര്യം ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. പണ്ട് പല സ്ഥലത്തും ഇരുന്ന അനുഭവമുള്ള ഒരു മനുഷ്യൻ പറയാണ്, മറുമലയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. അതുപോലെ സൈനികരുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം എന്ന് പറയുമ്പോ അവരതിന്റെ ഉൾക്കാഴ്ച പ്രാപിച്ചിട്ട് പറയുകയാണ്, മറ്റു മനോഹരമായ എന്തോ ഒരു കാഴ്ചകൾ ഈ ചെറുക്കന്മാർ കോരഹിന്റെ മക്കൾ കണ്ടിട്ടുണ്ടറിയാമോ? വഴക്ക് അവര് കണ്ടിട്ടുണ്ട്, തീയിറങ്ങുന്നത് കണ്ടിട്ടുണ്ട്, തന്റെ അപ്പനും കൂട്ടരെയും കൂടി അഭിഷക്തനെ വെള്ളം കുടിപ്പിക്കുന്നതൊക്കെ അവര് കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവര് പറയാണ് അതൊന്നും അവർക്ക് മനോഹരമല്ല. അവര് പറഞ്ഞു ഈ വഴക്കൊന്നും അല്ല ദൈവസാന്തി അനുഭവിക്കുന്ന ഏറ്റവും മനോഹരമെന്ന്. 250 പേരെ കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മോശയ്ക്കെതിരെ മത്സരിച്ച ഒരു പാരമ്പര്യമൊക്കെ അവർ കണ്ടിട്ട് അതിനപ്പുറമായി അവർ അനുഭവിച്ച ദൈവകൃപ കൊണ്ട് അവർ പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. പ്രൈസ് ദി ലോർഡ്. ഈ കാഴ്ച തന്നെ ഒരു നേതാവ് അവർ നടത്തിയ മോശയും കണ്ടു. അതുകൊണ്ട് മോശയെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞു, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. എന്നിട്ട് രാജാവിന്റെ കോപം ഭയപ്പെടാതെ യാത്ര ചെയ്തു. ഇന്ന് വചനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ എല്ലാ ഭയങ്ങളും നീങ്ങിപ്പോകട്ടെ, ആകുലങ്ങൾ നീങ്ങിപ്പോകട്ടെ, അന്യചിന്തകൾ നീങ്ങിപ്പോകട്ടെ. അദൃശ്യമായ ഒരു ദൈവസാന്തി അനുഭവിച്ച നല്ല അനുഭവം പ്രായപ്പരടിയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതുവരെയും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭോചിതമായ ചില ദൈവിക ഇടപെടലുണ്ടായി. കർത്താവദാസി വളരെ അനുഗ്രഹമായി ക്ലാസ് എടുപ്പാൻ ദൈവം തനിക്ക് കൃപ കൊടുത്തുവല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്ദർഭോചിതമായ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ വ്യക്തിപരമായ ഉളപ്പാടായിരുന്നു. അത് വ്യക്തിപരമായി നമുക്ക് പിന്നീട് ചിന്തിക്കാം. വളരെ അനുഗ്രഹമായിരുന്നു. ചില എക്സാമ്പിളൊക്കെ ദൈവം ചില മണ്ഡലങ്ങളെ തൊടുന്നതായിരുന്നു വ്യക്തിപരമായ എന്നോടുള്ള മത്തിലൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസ് 5-1 അവൻ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ആമേൻ. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടത് തിക്കുന്ന തടാകക്കരയിലെ അനുഭവം വളരെ വ്യക്തമായി വൈദ്യനായ ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസ് എത്ര പുസ്തകം എഴുതി? 2 പുസ്തകം. 1 ലൂക്കോസിന്റെ സുവിശേഷം, 2 അപ്പോസ്തല പ്രവൃത്തികള്. അപ്പോസ്തലന്മാരാൽ ദൈവം ചെയ്ത കാര്യങ്ങള് സഹയാത്രികനായി താനത് രേഖപ്പെടുത്തി. ഒരിക്കൽ പോലും തന്റെ പേര് എടുത്ത് അവിടെ പറഞ്ഞിട്ടില്ല ആ പുസ്തകത്തിലൊന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കുന്ന ഒരു പുരുഷാരത്തെ അവിടെ നമ്മൾ കാണും. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിക്കൊണ്ടിരുന്നു. നമുക്ക് ഏറ്റവും ആകാംക്ഷ ഉണ്ടാകേണ്ടത്, ആഗ്രഹം ഉണ്ടാകേണ്ടത് കർത്താവിൽ നിന്ന് കേൾക്കുവാനാണ്, കർത്താവിന്റെ വചനം ധ്യാനിപ്പാനാണ്. ആമേൻ. 1-ാം സങ്കീർത്തനത്തിൽ അതിന്റെ ഭാഗ്യാവസ്ഥ വർണ്ണിക്കുന്നുണ്ട് അല്ലെ? ഹല്ലേലൂയ. യഹോവയുടെ വചനം സമയവ്യത്യാസം കൂടാതെ ധ്യാനിക്കാനിടയായി തീരണം. ഹല്ലേലൂയ. അത് പ്രകൃതിയിലും അങ്ങനെ നടക്കുന്നുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ ഇവിടെ ഇപ്പൊ ധ്യാനിക്കുമ്പോ നമ്മള് ഉറങ്ങുന്ന സമയത്ത് അമേരിക്കക്കാരൻ ധ്യാനിക്കുന്നുണ്ട്. രാപ്പകൽ ധ്യാനമുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ രാപ്പകൽ ധ്യാനം ഉണ്ടാകും. ഹല്ലേലൂയ.
അപ്പോൾ രണ്ട് പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പൊ ഓർക്കുക, ദൈവവചനത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു കൂട്ടം ജനം ഈ ലോകത്തിലുണ്ട്. വിളിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട നമുക്ക് അവരെ വചനം കേൾപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് പ്രസംഗിക്കുന്നത് ഞങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോ മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ഈ 12 വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ, 11 വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ആഴമേറിയ ചില ചിന്തകളിലൂടെ കടന്നു വേണ്ടിയായിത്തീരും. ചുരുങ്ങിയ സമയത്തിലുള്ള ചില ചിന്തകൾ പറഞ്ഞ് ഞാൻ വേഗത്തിലിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം ശൂന്യത മാറ്റുന്നതിന്റെ 5 മാനദണ്ഡങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദൈവം പ്രശ്നപരിഹാരം വരുന്നതിന്റെ ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ആരുടെ ശൂന്യതയാണ് ദൈവം മാറ്റുന്നത്? ആരുടെ പ്രശ്നമാണ് ദൈവം പരിഹാരം നൽകുന്നത്? അല്ലെങ്കിൽ ദൈവികമായി പ്രശ്നപരിഹാരം ലഭിക്കാൻ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്ന് ഈ വേദവചനങ്ങൾ വലിയ ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്തുകളാൽ നമുക്ക് സ്ഥിരതയും ആശ്വാസം ലഭിക്കുന്നു. തിരുവെഴുത്തുകളാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉറപ്പ് ലഭിക്കുന്നു. തിരുവെഴുത്തുകളാൽ നമ്മൾ വലിയ പ്രത്യാശ വർദ്ധിക്കുന്നു. തിരുവെഴുത്ത് കൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട്. ഹല്ലേലൂയ. തിത്തോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, അത് നമ്മെ, അഥവാ തിരുവെഴുത്ത് നമ്മെ സൃഷ്ടിച്ചു വളർത്തുന്നു. നീ 119 സങ്കീർത്തനത്തില് യഹോവയുടെ വചനത്തോട് ആർക്കെങ്കിലും പ്രിയമുണ്ടോ അവർക്ക് മഹാസമാധാനമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് വരാം. യേശു ആ പടകിൽ വന്നു. വായിച്ചാട്ടെ. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തത്, നാം വചനം കേൾക്കുവാനും വചന ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും വളരെ താല്പര്യമുള്ളവരായിരിക്കുക. കഴിഞ്ഞ നാളിലെ ക്യാമ്പിന്റെ വീഡിയോ ഞാൻ കേട്ടപ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ശരിയായ വ്യാഖ്യാനം നടന്നാൽ ശരിയായി കത്തുമെന്ന് ഞാൻ ദൂരെ ഇരുന്നാണെങ്കിലും അത് ധ്യാനിപ്പറയായി. അതിന്റെ ഇത്രയും ദിവസം, കുറച്ച് ദിവസമായുള്ളൂ, ഞാൻ മറന്നിട്ടില്ല. മറക്കരുത്. ആയുസ്സില് വചന സന്ദേശം മറക്കരുത്. അതിന്റെ ആഴങ്ങൾ മറക്കരുത്. അതിങ്ങനെ നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ ആ അഭിഷക്തൻ പറയുന്നുണ്ട്, എപ്പോഴാണ് അവർ മടങ്ങി വന്ന്, നിങ്ങൾ എന്നെക്കാട്ടി അധികം കേട്ടല്ലോ, ഞാൻ ആ വീഡിയോ കേട്ടതേ ഉള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട്, ശരിയായ രീതിയിൽ സങ്കീർത്തനത്തിൽ നിന്നായാലും സഭാപ്രസംഗിന്നായാലും സുവിശേഷത്തിൽ നിന്നായാലും വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് കത്തിയത്. അപ്പൊ നമ്മുടെ ഭാഗത്തും വ്യാഖ്യാനത്തിന് കുറവ് വന്നാൽ കത്തല് കുറയും. ചിലതൊക്കെ കത്താത്തതിന്റെ ഉത്തരവാദികൾ വെളിപ്പാട് ലഭിച്ച നമ്മള് അത് വേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കാനായിട്ടാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങൾ നാം ഒരുക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. അപ്പൊ കർത്താവ് പത്രോസിന്റെ പടകിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് പത്രോസുമായിട്ട് യേശുവിന് ഒരു കൂടിക്കാഴ്ച ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരാൾ പരിചയപ്പെടുത്തിയപ്പോഴാണ്. അപ്പൊ കണ്ടു, ഒരു ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വന്ന് കാണണമെന്ന് പറഞ്ഞ് വന്ന് ഒരു രാത്രി ഒരു ചെലവഴിച്ച കണ്ടെത്തിയ ചില പ്രിയപ്പെട്ടവര് പത്രോസിനോട് ഇത് പങ്കുവെക്കുകയും യേശുവിനെ കാണുകയും യേശു അവനോട് ഇതിന്റെ പേര് ഇന്നതാവും എന്നൊക്കെ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് അറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ ആ പാർട്ട് നമുക്ക് ഒന്നെടുക്കാം. ഹല്ലേലൂയ. 1:35. യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അപ്പൊ ആ വെളിപ്പാട് പറഞ്ഞ ആള് സ്നാപയോഹന്നാനാണ്. അദ്ദേഹത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കയ്യഫാവ് അവിടെ ഉണ്ട്, മഹാപുരോഹിതരുണ്ട്, ഒരുപാട് ആളുകൾ പ്രഗത്ഭന്മാരുണ്ടെങ്കിലും ഒരു പ്രത്യേക ജീവിത വ്യവസ്ഥയുള്ള, ഒരു പ്രത്യേക ആത്മീയ അനുഭവമുള്ള, ഒരു പ്രത്യേക നിലവാരത്തിൽ ജീവിക്കുന്ന ആൾക്കാണ് ഈ വെളിപ്പാട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പൊ എല്ലാരും പറഞ്ഞത് വെളിപ്പാടാണെന്ന് ചോദിച്ചാൽ അതവിടെ നിൽക്കട്ടെ. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനത്തെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൂടി കണക്റ്റഡ് ആയി ചിന്തിക്കണമേ. അവിടെ ദൈവത്തിന്റെ അരുളപ്പാട് മരുഭൂമിയിൽ വെച്ചുണ്ടായ യോഹന്നാൻ, അക്കാലത്ത് യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ അരുളപ്പാടുണ്ടായി. തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, നിന്റെ തലമുറ ഏത് മരുഭൂമിയിലായിരുന്നാലും ഏത് വഴി തെറ്റുന്ന അവസ്ഥയിലായിരുന്നാലും നീ പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ നിന്റെ തലമുറയോട് ദൈവം ഇടപെട്ടിരിക്കും.
കാരണം അതിന് തെളിവ് സക്കരിയാവും എലിസബത്ത്. അവരിരുവരും, ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയുടെ ദൈവം ഇടപെടും. പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയെ ദൈവം ഉപയോഗിക്കും. പ്രാർത്ഥിക്കുന്ന തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടും. വായിച്ചാട്ടെ. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. ആമേൻ. ആ രണ്ട് ശിഷ്യന്മാര് അത് കേട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പൊ യോഹന്നാന്റെ രണ്ട് ശിഷ്യന്മാര് ഇപ്പൊ യേശുവിന്റെ പുറകെ പോയി. നമ്മുടെ സന്ദേശം കേട്ടിട്ട്, നമ്മുടെ വചനം കേട്ട്, നേരത്തെ കർത്താസ് പറഞ്ഞതുപോലെ ആളുകൾ കറക്റ്റായിട്ട് യേശുവിന്റെ പുറകെ പോകണം. ഇപ്പോ പശുപുറത്തി പറയുന്നുണ്ട്, ആടുകളെ തങ്ങളുടെ കൂടെ വലിച്ചുകൊണ്ട് പോകുന്ന വിപരീത ഉപദേഷ്ടകന്മാരെഴുന്നേൽക്കും. ആടുകൾ പോകേണ്ടത് യേശുവിന്റെ കൂടെയാണ്. കൊടിയ നായ്ക്കളെന്ന് അവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം ലാഭത്തിനു വേണ്ടിയ ഒരു കൂട്ടത്തെ വലിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ യോഹന്നാന് അതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. യോഹന്നാൻ സന്തോഷമേ ഉള്ളൂ. ഞാൻ കുറഞ്ഞിട്ട് അവൻ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് യേശു. യോഹന്നാൻ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ വേഗത്തിൽ നമുക്ക് ഈ ഭാഗത്ത് പോകണം. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മറ്റൊരു പരിഭാഷയിൽ. തന്നെ അനുഗമിക്കുന്ന ആളുകളോട് ഇടപെടുന്ന ഒരു യേശു, സംസാരിക്കുന്ന ഒരു യേശു, തിരിച്ചറിയുന്ന ഒരു യേശു. ഹല്ലേലൂയ. അല്ലാതെ ഒരു ഊഹത്തിന്റെ പുറകിലല്ല. ഇവരൊരു വലിയ ബന്ധത്തിലാണ് യേശുവിന്റെ അടുത്ത് പോകുന്നത്. ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഒരാൾ ദൈവം പ്രാപിച്ചു, ഒരാൾ സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് പല കാര്യങ്ങളും പറയുമെങ്കിലും വാസ്തവത്തിൽ ആ മനുഷ്യരോട് ദൈവം സംസാരിച്ചിട്ടാണ് യാത്ര ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. നീ എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാണുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച് രണ്ടുപേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രോസ് ആയിരുന്നു. ആമേൻ. ഈ അന്ത്രോസ് ഒരൊറ്റ രാത്രി കൂടി യേശുവിനോട് കൂടെ ചെലവഴിച്ചതിന്റെ വ്യത്യാസം കണ്ടോ? എന്ത് വില കൊടുത്തും തന്റെ കൂടപ്പിറപ്പിന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ തയ്യാറായി. ഹല്ലേലൂയ. നാം അനുഭവിക്കുന്ന ദൈവകൃപ മറ്റുള്ളവരും അനുഭവിക്കണമെന്നും അവർ നമ്മെക്കാട്ട് ശ്രേഷ്ഠരാകണമെന്നും അവർ നമ്മൾക്കാട്ടും പ്രയോജനപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഹല്ലേലൂയ. ഒരുപാട് ഉദാഹരണം കാണാൻ കഴിയും. പൗലോസിനെ പരിചയപ്പെടുത്തിയ ബർണബാസിനെ കാട്ടി എത്രയോ പ്രസിദ്ധനായ പൗലോസ്. ഹല്ലേലൂയ. പൗലോസിനെ തെരഞ്ഞന്വേഷിച്ച് കണ്ടെത്തിയ വേദപുസ്തക ചരിത്രത്തിൽ കാണുന്ന ഒരാള് ബർണബാസാണ്. യെരുശലേം സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. 1 കൊല്ലം അവരൊന്നിച്ച് സഭായോഗം കൂടുന്നു. ഹല്ലേലൂയ. അനന്തരഫലമായി പൗലോസ് ദൈവത്തിന് വളരെ പ്രയോജനമുള്ളവരായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്തോത്രം ചെയ്യണം. നമ്മൾ മുഖാന്തരം അനേകർ യേശുവിന്റെ അടുക്കൽ വരണം. നമ്മൾ മുഖാന്തരം യേശുവിന്റെ അടുക്കൽ വന്ന ആളുകൾ പ്രസിദ്ധരായി തീരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോ അന്നൊരു കൂടിക്കാഴ്ച കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആദ്യം കണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ രാത്രി ഉണ്ടായ ഭയങ്കര അനുഭവം നിമിത്തം അതൊന്ന് പങ്കുവെക്കാൻ ആദ്യം അയാൾ ഓടിച്ചെന്നത് സഹോദരൻ എടുക്കാൻ. ആദ്യം കണ്ട അവൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുവാനായിട്ട്. അപ്പൊ പത്രോസിന് ആദ്യം ഒരു കൂടിക്കാഴ്ച ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആദ്യം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വായിച്ചാട്ടെ. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാണ്. ആ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ വലിയൊരു ഏറ്റുപറച്ചിലോ ഒരു അനുതാപമോ ഒരു കാൽക്ക വീഴലോ ഒരു അടുത്തു ചേരാനൊരു പ്രതിജ്ഞ എടുക്കലോ ഒന്നും ഉണ്ടായില്ല പത്രോസിന്. ഹല്ലേലൂയ. അത് ആദ്യം തന്നെ വേണ്ടതായിരുന്നു. അപ്പൊ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല, ചെളി ഉണ്ടായിരുന്നില്ല, ആൾക്കാരുണ്ടായിരുന്നില്ല, മീനുണ്ടായിരുന്നില്ല. ഇതൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ അപ്പത്തന്നെ ഒരു സ്റ്റെപ്പ് തീരുമാനം എടുക്കേണ്ടതായിരുന്നു. എടുത്തില്ല. പക്ഷേ ആ തീരുമാനത്തിലേക്ക് പത്രോസ് നടത്തപ്പെടുവാൻ ഒരു ശൂന്യതയുടെ രാത്രി അവന്റെ മുമ്പിൽ വരേണ്ടി വന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എങ്കിലും അവരെ ദൈവം ഉപയോഗിക്കും. അതൊക്കെ ഓരോരുത്തരും ദൈവത്തിന്റെ പദ്ധതികളാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ആത്മീയ സുഹൃത്ത് എന്നോട് പറഞ്ഞു, കാനാവിലെ കല്യാണം പോലെ കണക്ക് കൂട്ടൽ തെറ്റിയിട്ട്
യേശുവിന്റെ അടുക്കൽ വന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഹല്ലേലൂയ. കണക്കൂട്ടൽ തെറ്റുമ്പോൾ ഓർക്കണം, തമ്പുരാൻ എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. കാനാവിലെ ആളുകളുടെ കണക്കൂട്ടൽ തെറ്റും, ഉടയ തമ്പുരാന്റെ കണക്കൂട്ടൽ ഒട്ടും തെറ്റുകയില്ല. എല്ലാ തലത്തിലും ആ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. എല്ലാ തലത്തിലും തെറ്റുകല കേട്ടോ. അമാലേക്ക് പ്രശ്നമുണ്ടാക്കി തന്റെ ജനത്തെ വളരെ വേദനിപ്പിച്ചപ്പോ തമ്പുരാൻ ഒരു കണക്ക് പറഞ്ഞു. അവൻ പ്രവർത്തിച്ചൊക്കെ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ പേരെ 4-ാം വർഷവും നമ്മൾ ഓർക്കണം, ദൈവത്തിന് കണക്കൂട്ട് തെറ്റത്തില്ല. അപ്പൊ പത്രോസിന്റെ രണ്ടാമത്തെ യേശുവുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് ഈ വരുന്നത്. എൻ്റെ വേദപുസ്തക അറിവനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ രണ്ടാമത്തെ അനുഭവത്തിലേക്ക് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു വന്നല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശൂന്യത മാറ്റുന്ന, നിറയ്ക്കുന്ന, നടത്തുന്ന, ശിശുത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയ ദൈവിക പദ്ധതിയോടെ നമ്മൾ കാണുന്നുണ്ട്. വായിച്ചാട്ടെ. ഒന്നാമത്തെ കാര്യം, വചനം കേൾക്കാൻ തിക്കിക്കൊണ്ടിരിക്കുന്ന ജനം, തളർന്നിരിക്കുന്ന, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അതേ നിരാശയോടെ ഇരിക്കുന്ന പത്രോസ്. ഇതൊക്കെയാണ് അവിടുത്തെ അന്തരീക്ഷം. അവിടെ വന്നിട്ട് ആ പ്രതിസന്ധിക്കകത്തും ആ പ്രതികൂലത്തിനകത്തും ആ പരാജയത്തിനകത്തും യേശുവിന്റെ വാക്കിന് വില കൊടുക്കുവാൻ പത്രോസ് തയ്യാറായി എന്നുള്ളത് ഒരു വിടുതലിന്റെ ആരംഭ ചരിത്രമാണ്. ഇന്ന് ഒരു ദൂത് ഞാൻ പറയട്ടെ. പ്രതിസന്ധികൾ എത്രയുണ്ടേലും, പ്രതികൂലം എത്രയുണ്ടേലും, നിരാശപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടേലും അവന്റെ വാക്കിന് നമ്മൾ വില കൊടുക്കാൻ തയ്യാറായാൽ ഒരു നോക്കിക്കാണുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടും. രണ്ടാമത്തെ കാര്യം, ദൈവാത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്നു, ദൈനംദിന ജീവിതത്തിൽ യേശു പറയുന്ന ക്രമീകരണങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും. ആദ്യം തന്നെ ഒരു ക്രമീകരണമാണ് കർത്താവ് പറഞ്ഞത്. അവിടെ പത്രോസ് വിജയിച്ചു. പലപ്പോഴും പലരും ഫെയിലായി പോകുന്നത് ഈ ക്രമീകരണത്തിലേക്ക് അവർ വരാൻ തയ്യാറാകാതെ അവിടെ തെറ്റും. അവിടെ തെറ്റിയ പിന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകത്തില്ല. ദൈവവചനം കേട്ടിട്ട്, ദൈവശബ്ദം കേട്ടിട്ട്, പലപ്പോഴും ദൈവം ഇടപെട്ടിട്ട്, ഹല്ലേലൂയ, ദൈവവുമായിട്ട് പല ബന്ധങ്ങളും കിട്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം ഇത് ഏതെങ്കിലും തരത്തിൽ ശ്രവിക്കാനിടയായി തീർന്നാൽ ഓർക്കണം, ദൈവം നമ്മോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തിന് നാം ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു ക്രമീകരണമാണ് പറഞ്ഞത്. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം ക്രമീകരണം പറയാതെ. കർത്താവ് ആദ്യം തന്നെ വന്നിട്ട് ഞാൻ പടക് നിറക്കാമെന്നോ പ്രശ്നം തീർക്കാമെന്നോ നിന്റെ യാത്രയിലെ പ്രയാസങ്ങൾക്ക് മറുപടി ഉണ്ടെന്നും പറഞ്ഞില്ല. എന്റെ പടക് അല്പം നീക്കണം. ഹല്ലേലൂയ. ഒരു ചിന്ത ഞാൻ പറയട്ടെ. ചില വലിയ ബുദ്ധിമാന്മാര് ഈ അല്പം തന്നെ നീക്കുക. കാരണം അല്പം നീക്കി കഴിഞ്ഞാൽ പിന്നെ ആഴത്തിലേക്ക് നീക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അല്പം നീക്കുക. ഹല്ലേലൂയ. അങ്ങനെ കൈയടിച്ച് പാട്ടുപാടി ഇടക്കൂട്ടത്തിനൊക്കെ പോയാ പിന്നെ സൺഡേ വർഷിപ്പിന് പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പോയില്ലെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഇതാണ് വിഷയം. അല്പം നീക്കാൻ അവർ തയ്യാറല്ല. പക്ഷെ അതിന്റെ മറുവശം അവർ ചിന്തിക്കുന്നില്ല. ഒരു കാലത്തും ശൂന്യത മാറാതെ നിത്യനാശത്തിലേക്കുള്ള യാത്രയാണ് ആ പോക്കെന്നവർ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ആദ്യത്തെ ക്രമീകരണത്തിൽ പത്രോസ് വിജയിച്ചു. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് യേശു വന്നിട്ട് കരയിൽ നിന്ന് അല്പം നീക്കണം. അല്പത്തിൽ വിശ്വസ്തനായിരിക്കാൻ അധികത്തിന് വിചാരം. ഈ അല്പം നീക്കാൻ തയ്യാറായ പത്രോസിന് ഉടനെ എന്തെങ്കിലും കാണാൻ കഴിഞ്ഞു ചോദിച്ചാൽ അപ്പൊ അവിടെ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പക്ഷേ വരുന്നതൊരു വലിയ അനുഗ്രഹമാണ്, വലിയ നന്മയാണ്. അതിന് കുറച്ച് വെയിറ്റ് ചെയ്യാന് ദൈവം പത്രോസിന് ഒരു കൃപ കൊടുത്തെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ പത്രോസിന് ഒരു കഴിവുകൊണ്ട് അത് കിട്ടിയെന്ന് പറയാനൊക്കെയാണ്. എത്രയോ പേര് അങ്ങനെ പറഞ്ഞ് കേൾക്കാതെ കൂടി പോയിട്ടുണ്ട്. ഒരു വലിയ മനുഷ്യൻ വന്ന് മുട്ടുമടക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ വിശാലിച്ച് പോയി കളഞ്ഞു. അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. യേശു നിൽക്കുകയാണ്. യേശു വെയിറ്റ് ചെയ്യുകയാണ്. പത്രോസ് അല്പം നീക്കിയപ്പോ ഉടയ തമ്പുരാൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സിനായിൽ പ്രമാണം കൊടുത്തവൻ, തേജസ്സുള്ളവൻ, അതേ ദൂതന്മാരെ ആരാധിക്കുന്ന തേജസ്സുള്ള കർത്താവ്. രക്ഷിക്കപ്പെടുമ്പോൾ ഒരാൾ ഹൃദയം കൊടുക്കുമ്പോൾ അയാളെ ജീവിത പടകിലേക്ക് യേശു വരികയാണ്. എത്ര അനുഗ്രഹമായ അനുഭവമാണ്. അല്പം നീക്കി വീണ്ടും ഉപദേശം തുടങ്ങി. അവിടെ ഒരു പ്രസംഗ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രോസിന്റെ പടക് അതിനൊരു മുഖാന്തരമാകുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ.
നമ്മുടെ ജീവിതം മുഴുവനും യേശുവിന് വേണ്ടി ഒരു മുഖാന്തരമായി മാറണം. കർത്താവിന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുമെന്ന്. എന്താണ് അവിടെ പ്രസംഗിച്ചതെന്ന് അവിടെ എഴുതിയിട്ടില്ല. യേശു കർത്താവിന്റെ പർവ്വത പ്രസംഗമൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അവൻ പുരുഷാരത്തോട് ഉപദേശിച്ചതിന് ശേഷം വ്യക്തിപരമായ ദൂതിലേക്ക് വിഷയം വന്നു. അതെ, ആരംഭ നാളിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നത്തേതിൽ പരിശുദ്ധാത്മ നടത്തും. നാം കയറി വരും, വ്യക്തിപരമായി സംസാരിക്കും. നമ്മുടെയൊക്കെ അനുഭവം അതല്ല. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രസംഗം കേട്ടു. വ്യക്തിപരമായ ദൂത് പത്രോസ് ഏറ്റെടുത്തു. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. 2, അവൻ വ്യക്തിപരമായി നമ്മോട് പറയുന്നത് എത്ര പ്രയാസമുള്ളതാണെങ്കിലും അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം പരാജയപ്പെട്ടെടുത്ത്, നാം നടക്കുകയല്ല എന്ന് പറഞ്ഞെടുത്ത്, നാം ചിന്തിച്ചിട്ട് നാം ഫയലും അടക്കിയ വിഷയങ്ങൾ ദൈവത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. വായിച്ചോട്ടെ. ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്റെ സ്വയത്തിൽ ഞാനൊരു സാധ്യതയും കാണുന്നില്ല. എന്റെ കഴിവിൽ ഞാനൊരു സാധ്യതയും കാണുന്നില്ല. എന്റെ പാരമ്പര്യത്തിലും അറിവിലും ഞാനൊരു സാധ്യത, അതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. അതെല്ലാം എനിക്കൊരു പരാജയമായി തീർന്നു. എനിക്കതിലൊന്നും ഒരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇതാ ഈ പുതിയ പ്രഭാതത്തിൽ നിന്റെ വാക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതിനെ ഞാൻ വലയിറക്കാം. ഇപ്പൊ പത്രോസിന് മുമ്പിൽ എന്തില്ല? പത്രോസിന്റെ അറിവ് ഒന്നുമല്ല. പത്രോസിന്റെ ദീർഘവർഷം നമ്മളൊന്ന് ഓർക്കണം. ഈ എന്താ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയണതിന് വളരെ പ്രാധാന്യം ലോകം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞാലും 1-2 കൊല്ലം അവന് ഒരിടത്ത് എക്സ്പീരിയൻസ് വാങ്ങണം. ഈ ഡോക്ടർ ആയാലും അയാൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. സ്തോത്രം. പക്ഷേ ഈ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് പത്രോസിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വിജയിക്കത്തില്ല, സാധിക്കത്തില്ല, കിട്ടുവാനുള്ള ഒരു വഴിയുമില്ല. ഈ കടലിന്റെ കാര്യങ്ങൾ നിനക്ക് അറിയാവുന്നതല്ലേ. ഇതിന്റെ വെള്ളം എങ്ങനെ ചൂടാകുമെന്നും എങ്ങനെ വരുമെന്നും, ഹെർമോൻ പർവ്വതത്തിൽ കൂടിയൊക്കെ വരുന്ന അന്നൊക്കെ ഒഴുകി വരുന്ന ആ വെള്ളം ഈ ഗന്നേസരത്ത് തടാകത്തിൽ എങ്ങനെ വരുന്നു എന്നും, അത് ചുണ്ണാമ്പുറവുകൾ കൂടി വരുമ്പോൾ അതിന് ചൂട് കൂടുമെന്നും ചൂട് കുറയുമെന്നും, മീൻകൂട്ടം ഒരൊറ്റ കൂട്ടം ഇങ്ങനെ നിരനിരയായി പാസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടെന്നും, അതൊന്നും നടക്കുന്ന ടൈം ഇപ്പോഴല്ലാന്നും പത്രോസിനെ അറിയാം. ഹല്ലേലൂയ. അറിവ് നന്നായി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഓർക്കുക, ഈ തടാകത്തെയും അതിലുള്ള മീനിനെ മാത്രമല്ല, അങ്ങ് ഹെർമോൻ പർവ്വതത്തെ പോലെ സൃഷ്ടിച്ച ഉടയവനാണ് പത്രോസിനോട് പറയുന്നത്. ഹല്ലേലൂയ. അതിന് ഒത്തിരി ചരിത്രം, കർത്താദാസനൊക്കെ എന്നെ കണ്ട് ഒത്തിരി അറിവുള്ളതാണല്ലോ. അതിൻ്റെ ഹിസ്റ്ററിയും ഗൂഗിളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ചുണ്ണാമ്പ് കല്ലിൻ്റെ ഉള്ളിൽ കൂടി ഒരു ചൂടുറവ എപ്പോഴാണ് പുറപ്പെടുന്നത്, അപ്പോൾ ഒരു നിരനിരയായി മീൻ കയറുന്ന സമയം എപ്പോഴാണ് ഒക്കെ ഉണ്ട്. എന്നാൽ അന്നിനെ പത്രോസിന് വേണ്ടി ഒരു പ്രത്യേക ഉറ തുറപ്പാൻ ഈ കൽപ്പിച്ചവന് കഴിയും. അതാണ് അവിടുത്തെ പ്രത്യേകത. പത്രോസിന് വേണ്ടി ഒരു മീൻകൂട്ടത്തെ വരുത്തുവാൻ കർത്താവിനോട് കഴിയും. പ്രാർത്ഥിക്കുന്ന ദൈവത്തില് നിന്റെ മുമ്പിൽ സാധ്യതയില്ല, അസ്തമിച്ചാലും വഴികളിൽ അടഞ്ഞാലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കണം. ഞാൻ ഇന്ന് രാവിലെ ധ്യാനിച്ച ഒരു വിഷയമാണ്. മാൾട്ടായിലെ സ്പോൺസർമാർ ആരും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. നമ്മളൊക്കെ അവിടെ ആരാ ഉള്ളത്? ഞാൻ ഉൾപ്പെടെ പറയുകയാണ്. അവിടെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ ആരാ? നിങ്ങൾക്ക് താമസ സൗകര്യം തരാൻ ആരാ? അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷേ അവിടുത്തെ ബർബരന്മാരെ കൊണ്ട് അസാധാരണ ദയ കൽപ്പിച്ച് പൗലോസിന് ഇടമുണ്ടാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് പൗലോസിനെ വിളിച്ചത്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാൻ പേഴ്സണലായിട്ട് ചില അനുഭവങ്ങൾ പിന്നീട് പറയാം. ഹല്ലേലൂയ. ആ പൗലോസിന്റെ ദൈവം ജീവിക്കുന്നു. കർത്താവിനങ്ങളിലേക്ക്. അപ്പൊ പത്രോസ് ഹല്ലേലൂയ പറയാണ്, നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഓർക്കുക, ആ അല്പം നീക്കാൻ പറഞ്ഞ പത്രോസ് ഇപ്പൊ ആഴത്തിലേക്ക് നീക്കാൻ തയ്യാറാണ്. അതിന്റെ മുമ്പിൽ ഒറ്റ കാര്യം, കർത്താവിന്റെ വചനം മാത്രം. നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ചെവിയിൽ നാം കേട്ട ദൈവശബ്ദം മുഴങ്ങണം. നാം അനുഭവിച്ച ദൈവസ്ഥാനം മുന്നിൽ നിൽക്കണം. ആരെന്തെല്ലാം പറഞ്ഞാലും ശരി, ദൈവശബ്ദം കേട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവന് ഒരു വ്യക്തിക്ക് തടയാനൊക്കത്തില്ല.
ഒരു ബ്ലോക്കും അതിന് വരത്തില്ല. ഹല്ലേലൂയ. യെരിഹോ മതിൽ പണിതത് രാജാക്കന്മാരുടെ ഒക്കെ തലച്ചോറിന്റെ തലയോട്ടികളുടെ ഒക്കെ മേലിൽ ഒരുപാട് വില കൂടിയ വസ്തുക്കളിട്ട് പണിതാണെങ്കിലും ജനം സ്തോത്രം ചെയ്തപ്പോൾ അത് ഇടിഞ്ഞു വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ ജനം മതില് പണ്ടേ പണിത മതില് ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ആ ഇടിഞ്ഞു പോകുന്നതിന് മുമ്പ് അതിൽ കല്ലിന്മേലൊക്കെ വചനം കൊത്തി അവർ പണിതിരുന്നു. എന്നാൽ പിൽക്കാലത്തേത് അത് തകർന്നു പോയെങ്കിലും പിന്നീട് അത് പുനർപ്പണിയാടിയായി തീർന്നു. വചനത്താൽ അടിസ്ഥാനമായിട്ട് പണിയുന്നത് ആർക്ക് തകർക്കാനൊക്കത്തില്ല, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇവിടെ നിന്റെ വാക്കിന് ഞാൻ അങ്ങനെ കേട്ടപ്പോഴല്ല, അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല, അവരത് പ്രാവർത്തികമാക്കിയപ്പോൾ, അവൻ അങ്ങനെ ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാത്ത ചിന്തിക്കാത്ത ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയായി തീർന്നു. പടക് ഹല്ലേലൂയ കർത്താവിന് വിട്ടുകൊടുത്തു. 2 കർത്താവിന്റെ വാക്കിന് ശ്രദ്ധിച്ചു. 3 കർത്താവിന്റെ കൽപ്പന താൻ അനുസരിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ശൂന്യത മാറ്റുവാനിടയായി. ഹല്ലേലൂയ. നാം ഇതിനെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. നാം ഇപ്പോൾ ദൈവത്തിന്റെ വചനമാണ് ശ്രദ്ധിക്കേണ്ടത്. നാം ദൈവത്തിന്റെ വചനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. 78-ാം സങ്കീർത്തനത്തിൽ ദൈവം ഇങ്ങനെ അറിയാം, എന്റെ ജനമേ ഉപദേശം ശ്രദ്ധിപ്പി. ഹല്ലേലൂയ. വായിച്ചാണ് സമയം കൊണ്ടുപോയല്ലോ. 78-ാം സങ്കീർത്തനം 1-ാം വാക്യം. എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ. ശ്രദ്ധിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. ആവർത്തന പുസ്തകം നമ്മളെല്ലാം അണ്ടർ ദി മീറ്റിംഗിന് വായിക്കാറുണ്ടല്ലോ. നിരതിമാഹോട് വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. പിന്നെ താഴെ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം ആ ശ്രദ്ധ എന്ന വാക്കിനെ കേന്ദ്രീകരിച്ചാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവഭാഗം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. പത്രോസ് അനുസരിക്കാൻ തയ്യാറായി. പത്രോസ് ശബ്ദം കേൾക്കാൻ തയ്യാറായി. അനുഭവ സമ്പത്തും ആ പാരമ്പര്യവും അറിവൊക്കെ മാറ്റിവെച്ചുകൊണ്ട് യേശുവിന്റെ വാക്കിനെ വലയിറക്കിയപ്പോൾ ഒരു വലിയ മീൻകൂട്ടത്തെ ലഭിക്കുവാനും തന്റെ ശൂന്യത മാറുകയായിരുന്നു. അതിലുപരി ആ അവസ്ഥയിൽ പരിമിതപ്പെടാതെ ആ ഒരു അനുഭവം കൊണ്ട് ഒരു ശുശ്രൂഷയിലേക്ക് താൻ വളരുകയായി. അല്ലാതെ പടക് നിറഞ്ഞ് വല നിറഞ്ഞ് അതിലിങ്ങനെ സന്തോഷിച്ച് അവിടെ ഇരിക്കല് ചെയ്തത്. അതെല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ആ 11-ാമത്തെ വാക്യോട് വായിച്ചിട്ട് നമുക്ക് അവസാനിക്കും. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലം വിട്ട് അവനെ അനുഗമിച്ചു. രാത്രിയിലെ പരാജയം ത്തിന് പകരമായി സംരംഭം പിടിപ്പിക്കുന്ന അതിശയപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി പത്രോസിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അത് അവൻ സംരംഭം പിടിച്ചു. അവനിൽ ആ ഒരു പ്രവൃത്തി അവനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആഴമേറിയ പാപബോധം ഉണ്ടാക്കി. യേശുവിന്റെ കാൽക്കൽ വീഴുന്ന അനുഭവം ഉണ്ടാക്കി. ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുഗമിക്കുന്ന അനുഭവം ഉണ്ടാക്കി. യേശുവിനെ പ്രാപിക്കുന്ന അനുഭവം ഉണ്ടായി. മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന അവന്റെ വാക്ക് കേട്ടിട്ട് അവർ സകലവും വിട്ട് വിറ്റല്ല വിട്ട്. ഹല്ലേലൂയ. അതൊരു വലിയ സംഭവമാണ്. ഹല്ലേലൂയ. ചിലരെ വിറ്റാലും വിടുക. ഒരു ആന്റി, പേര് പറയാൻ പാടില്ല, സാക്ഷി പറയാറുണ്ട്, 1987 എന്ന് പറയും, എന്റെ ദൈവദാസനെ ഇപ്പൊ കോളക്കുളമ്പാറ നിൽക്കുന്ന സ്ഥലം ഞങ്ങൾ അന്ന് ഇത്ര 1000 രൂപയ്ക്ക് വിറ്റതാണ്. അപ്പൊ വിറ്റിട്ട് വർഷത്തിലായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇപ്പോഴും അതിന്റെ ഒരുക്ക. കാരണം ഇത്രയാണ്. ഇന്ന് അവിടെ ലക്ഷങ്ങൾ വിലയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വിറ്റു, സീല് വെച്ചു, ഈ വിരല് പതിപ്പിച്ചു, പക്ഷെ വിട്ടിട്ടില്ല. അപ്പൊ ദൈവമക്കൾ ശ്രദ്ധിക്കണം, വിൽക്കുന്നതിനേക്കാളും വിടുന്നതിന് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വേലക്ക് പോകുമ്പോ ചില പ്രത്യേക ആളുകൾ പഠിപ്പിച്ച സകലവും വിട്ട്, ഹല്ലേലൂയ, വിറ്റുന്നല്ല വിട്ടനുഗമിക്കണം. വിറ്റാലും പോരാ, വിറ്റാലും വിടാത്ത. അപ്പൊ ആ മനുഷ്യന്റെ മനസ്സിൽ ഇന്ന് എത്ര ലക്ഷം രൂപ ഉണ്ട് ദൈവമേ. അപ്പൊ അതിങ്ങനെ ഒരുക്കമായി കിടക്കുക. അപ്പൊ എന്ത് ചെയ്തിട്ടില്ല? വിറ്റു, വിട്ടില്ല. പക്ഷെ ദൈവം പത്രോസ് എന്താ ചെയ്തത്? വിട്ട് അനുഗമിച്ചു. ഇത് പകൽ ശിഷ്യന്മാരാകുന്ന നമുക്ക് വിട്ട്. ഹല്ലേലൂയ. അവൻ കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.